നമ്മളിപ്പോൾ COP10I കണ്ടത് ഒരു കൃത്യമായ മോണിറ്ററിങ് വേണമെന്നാണ്. ഫീറ്റൽ ഹാർട്ട് മോണിറ്ററിങ് നടത്തണം. ഗ്രേപ്സിൽ നമുക്കറിയാം, നേഴ്സിംഗ് സ്റ്റേഷനിൽ പേഷ്യൻ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലേബർ റൂം ഫംഗ്ഷനിലായാലും അവിടെ നിങ്ങൾക്ക് പാർട്ടോഗ്രാം റീഡിങ്സ് എൻ്റർ ചെയ്യാനുള്ള ഫംഗ്ഷൻ ഓപ്പൺ ആയി വരും. അതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആയിട്ട് തന്നെ അതിൻ്റെ റിസൾട്ട് ഡോക്ടർക്കും നഴ്സിനും ഒക്കെ കാണാൻ പറ്റും. വളരെ ക്ലാരിറ്റി അവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് COP10Jയിലേക്ക് എത്തുമ്പോൾ 10ാമത്തെ ഒബ്ജക്റ്റീവ് എലമെന്റ് കമ്മിറ്റ്മെന്റ് ആണ്. ദ ഓർഗനൈസേഷൻ കെയറിംഗ് ഫോർ ഹൈ റിസ്ക് ഒബ്സ്ട്രിക് കേസസ് ഹാവ് ദ ഫെസിലിറ്റി ടു ടേക്ക് കെയർ ഓഫ് നിയോനാറ്റ്സ് ഓഫ് സച്ച് കേസസ്. നമുക്കൊരു ഹൈ റിസ്ക് പ്രഗ്നൻസിയിൽ പലപ്പോഴും കുഞ്ഞ് അല്പം സഫറിങ് രീതിയിലായിരിക്കും കിട്ടുക. നമുക്ക് അത്തരത്തിൽ ഹൈ റിസ്ക് കേസസ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് NICUകൾ ഉണ്ടായിരിക്കണം. നിയോനാറ്റ്സിനെ കെയർ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാകണം. അത് NICU ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ഫെസിലിറ്റീസ് നമുക്കുണ്ടായിരിക്കണം. അതിന് വേണ്ടുന്ന അപ്രോപ്രിയേറ്റ് എക്വിപ്മെന്റ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള പീഡിയാട്രീഷ്യൻ ഉണ്ടാകണം, നിയോനാറ്റോളജിസ്റ്റ് ഉണ്ടാവണം, ട്രെയിൻഡ് ആയിട്ടുള്ള നേഴ്സസ് ആ ഒരു കുഞ്ഞിൻ്റെ ഏജുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സഹായിക്കാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള നേഴ്സസ് നമുക്കുണ്ടാവണം. അപ്പോൾ നമ്മളൊരു ഹൈ റിസ്ക് ഒബ്സ്ട്രിക് കേസസ് ഹാൻഡിൽ ചെയ്യുന്നില്ല റെഫറൻസ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷെ നമ്മൾ ഹൈ റിസ്ക് കേസസ് ഹാൻഡിൽ ചെയ്യുന്ന ഹോസ്പിറ്റലാണ് എങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ട്രെയിൻഡ് പീഡിയാട്രീഷ്യൻ അല്ലെങ്കിൽ നിയോനാറ്റോളജിസ്റ്റ് ഉണ്ടാവണം, നേഴ്സസ് ട്രെയിൻഡ് ആയിരിക്കണം, ക്വാളിഫൈഡ് ആയിരിക്കണം, ഈ ഒരു കാര്യത്തിൽ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം. NICU ലെവൽ 1, 2, 3 ഫെസിലിറ്റീസ് നമുക്കുണ്ടാവണം. കാരണം ഏത് നിമിഷവും അതിനുള്ള എക്വിപ്മെൻറ്റ്സ് അവൈലബിൾ ആയിരിക്കണം. ഏത് നിമിഷവും നമുക്ക് അത്തരത്തിലൊരു സാഹചര്യം കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം എന്നതാണ് കെയർ ഓഫ് പേഷ്യൻസിൻ്റെ 10ാമത്തെ ചാപ്റ്ററിൻ്റെ 10ാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ്. COP10J says that the organization caring for high risk obstetric cases have the facility to take care of neonates of such cases.